ദൈവത്തിൻ്റെയും അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിമല സെമിനാരിയുടെ മാനേജരായി സേവനമനുഷ്ഠിക്കുന്ന ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വന്യനായ MC കുറിയാക്കോസച്ചൻ, വന്യനായ ജോസഫ് റംബാച്ചൻ, വന്ധ്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഖബറിങ്കലാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതായ ഈ പരിശുദ്ധ ആലയത്തിൽ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ധ്യാനിക്കുവാനും അത് പഠിക്കുവാനും അത് പങ്കുവയ്ക്കുവാനും തമ്പുരാൻ നൽകുന്ന ഈ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ കാലയളവിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെല്ലാവരും പറയും, എന്താണ്? കടുത്ത ചൂടാണ്, അല്ലേ? ചൂട് സഹിക്കാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഒരു കാലയളവിലാണ് ഇന്ന് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. കുട്ടികൾ പരീക്ഷ ചൂടിൽ, ജനപ്രതിനിധികളൊക്കെയും ഇലക്ഷൻ്റെ ചൂടിൽ, സർവ്വജനങ്ങളും വേനലിൻ്റെ ചൂടിൽ. ചൂടിൻ്റെ ആധിക്യം വർദ്ധിക്കുന്നതനുസരിച്ച് മനുഷ്യൻ തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്. പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇനിയും ഒരു മാസത്തിനകം ഇവിടെ കടുത്ത വരൾച്ചയുണ്ടാകുവാനായിട്ട് പോകുന്നുവെന്ന്. അത്തരത്തിൽ തണുപ്പിന് വേണ്ടി, ജലത്തിന് വേണ്ടി കേഴുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ മഴയെ നമുക്ക് വേണ്ടി അയച്ചു തരുവാനും തണുപ്പിൻ്റെ അനുഭവത്തിലേക്ക്, സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക്, ക്ഷാമത്തിൻ്റെയും വരൾച്ചയുടെയും അനുഭവത്തിൽ നിന്നൊക്കെ മാറി സന്തോഷത്തിൻ്റെയും കുളിർമയുടെയും അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് ഈ നോമ്പിൻ്റെ കാലയളവിലൂടെ നമുക്ക് ഇടയാകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. 2-3 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വലിയൊരു പ്രളയമുണ്ടായി. ആ പ്രളയത്തിൻ്റെ അനുഭവത്തിൽ അനേകം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ ഒരുപക്ഷെ ഇന്ന് ഈ സെമിനാരിയിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോഴൊന്നും നാം വിചാരിച്ചില്ല ഉടനെ തന്നെ ഇത്തരത്തിലൊരു വരൾച്ചയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന്. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും യുദ്ധങ്ങളുടെയും കെടുതികളുടെയും ക്ഷാമങ്ങളുടെയും വരൾച്ചയുടെയും രോഗങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഒക്കെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിലൂടെ മാത്രമേ മനുഷ്യന് മുന്നോട്ട് പോകുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ എന്നുള്ള ഒരു സത്യത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. ഇന്ന് മനുഷ്യൻ പാപത്തിൻ്റെ അനുഭവത്തിൽ പാപം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അവബോധം പോലും നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അത്തരം അനുഭവങ്ങളിൽ നിന്ന് മാറി ഒരു പാപ അവബോധം ഈ നോമ്പിൻ്റെ കാലയളവിൽ നമുക്കുണ്ടാകുവാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം ആമുഖമായി ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആ വേദഭാഗം ഇപ്രകാരമാണ്: നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാവുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം,
ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ കാത്തു പരിപാലിക്കുന്ന കരുണാസമ്പൂർണനായ സ്വർഗീയ നാഥ, തമ്പുരാനെ, ഈ വെള്ളിയാഴ്ചത്തെ ഈ പ്രഭാതത്തിൻ്റെ ഈ വേളയിൽ അടിയങ്ങൾക്ക് അല്പസമയം ഈ പരിശുദ്ധ ആലയത്തിൽ കൂടി വരുന്ന അവിടുത്തെ തിരുവചനത്തെ ധ്യാനിക്കുവാൻ ദൈവം തന്നിട്ടുള്ള ഈ വലിയ അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് അരുളി ചെയ്ത തമ്പുരാനെ, അടിയങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. പ്രത്യേക നാഥ, അടിയങ്ങളുടെ ഈ കൂടി വരവിനെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുറവുകളുള്ളവരായി ഒഴിഞ്ഞവരായി അടിയങ്ങൾ ഈ ആലയത്തിൽ കടന്നു വന്നു എങ്കിൽ നിറവുള്ളവരായി നിറഞ്ഞവരായി ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ നാഥ അടിയങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ നോമ്പിൻ്റെ 3-ാമത്തെ ആഴ്ചയിലൂടെ അടിയങ്ങൾ കടന്നു പോകുമ്പോൾ നോമ്പ് ഇനിയും സ്പർശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദൈവമേ, ഞങ്ങളെ ഈ ആഴ്ചയിലെങ്കിലും ഈ ദിവസത്തിലെങ്കിലും ഈ നോമ്പിൻ്റെ അനുഭവങ്ങളിലേക്കൊന്ന് കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാന്നീർത്തോടുകളിലേക്ക് പോകുവാൻ കാംക്ഷിക്കുന്നത് പോലെ അവിടുത്തെ വചനത്തിനായിട്ട് അടിയങ്ങൾ ദാഹിക്കുന്നു. ദൈവമേ, ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഞങ്ങളിന്ന് കേൾക്കുന്ന ഈ വചനങ്ങൾ ഞങ്ങളുടെ കാലിന് വിളക്കായി ശോഭിക്കുവാൻ നാഥ അവിടുന്ന് ഇടയാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ അടിയൻ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ദൈവമേ, അടിയനെ ആരും കാണരുതേ. അവിടുത്തെ പരിശുദ്ധ റൂഹായാൽ അടിയനെ അവിടെ നിറയ്ക്കണമേ. ഈ മക്കൾക്ക് വചനത്തെ കൊടുക്കുവാനുള്ള കൃപയും ബലവും നാഥ അവിടുന്ന് ദാനമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഏവരെയും തിരുസന്നിധിയിൽ തരികയാണ്. കർത്താവെ, കുറവുകളും ബലഹീനതകളും അസ്വസ്ഥതകളും ഒക്കെയുണ്ട് ദൈവമെങ്കിലും അതിനെയൊക്കെ പൂർണ്ണമായി ശമിപ്പിക്കുവാൻ ശക്തിയുള്ള കരങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. മാനവും മഹത്വവും അവിടുന്ന് തന്നെ ആയിരിക്കണമേ. സർവവും തിരുനാമഹത്തിന് ഉതകുമാറാകട്ടെ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരെ, വായിച്ചു കേട്ട വേദഭാഗം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വേദഭാഗം യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം അധികം ആരും എപ്പോഴും വായിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആമുഖമായിട്ട് ഈ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തെ പറ്റി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 അധ്യായങ്ങളും 108 വാക്യങ്ങളുമുള്ള ഒരു ചെറിയ ലേഖനമാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം. നോമ്പിലെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നും അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധ്യമാകും. ധനവാനും ദരിദ്രനും തമ്മിലുള്ള ചിന്ത, മനുഷ്യനും ധനവും തമ്മിലുള്ള ചിന്ത, ഇതൊക്കെയും നോമ്പിലെ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമസ്കാരങ്ങളാണ്. ഈ പ്രാർത്ഥനകളൊക്കെ എടുത്തിരിക്കുന്നത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ഇതുവരെയും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നെങ്കിലും വീട്ടിൽ പോയി ഈ 5 അധ്യായങ്ങൾ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം വായിക്കുവാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇത് പുതിയ നിയമത്തിലെ പ്രവാചക പുസ്തകം എന്നാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തെ അറിയപ്പെടുന്നത്. വിശുദ്ധ കുർബാനയുടെ തക്സയിലെ പ്രധാന ക്രമം യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നുള്ളതാണ്. യാക്കോബ് ശ്ലീഹായുടെ പേരിലാണ്. അത്തരത്തിൽ ഒരുപാട് സവിശേഷതകൾ ഉള്ള ഒരു പുസ്തകമാണ് ഈ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം. ഇതിൻ്റെ പ്രധാന തീം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതമില്ലെങ്കിൽ വിശ്വാസം വ്യർത്ഥമത്രേ എന്നുള്ളതാണ് ഈ ലേഖനത്തിൽ കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചിന്ത. ഇത് പൊതുവായിട്ട് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തെ പറ്റിയുള്ള ഒരു ചിന്തയാണ്. നമ്മളത് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള അർത്ഥതലങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാകും. ഈ ആഴ്ച നോമ്പിൻ്റെ എത്രാമത്തെ ആഴ്ചയാകുന്നു? നോമ്പിലെ 3-ാമത്തെ ആഴ്ചയാണ്. നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് നോമ്പ് എന്നുള്ളത്. സാത്താനെ വിലക്കി മാറ്റുന്ന വജ്രായുധമാണ് നോമ്പ്. ആസക്തി വിരക്തി കൊണ്ട് നേരിടുന്നതാണ് നോമ്പ്. നമ്മളെല്ലാവരും നോമ്പിൻ്റെ അനുഭവത്തിലാണോ നാം ആയിരിക്കുന്നത്? നോമ്പ് തുടങ്ങി ഇത്രയും ദിവസങ്ങൾ കഴിയുമ്പോൾ
ഏകദേശം 10-20 ദിവസങ്ങളോട് അടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ പരിശുദ്ധ ആലയത്തിൽ ഇരുന്ന് ചിന്തിച്ചു നോക്കുക, ദൈവമേ, പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ അതിൻ്റെ വിശുദ്ധിയോടുകൂടിയാണോ ഞാൻ ജീവിക്കുന്നത്? അല്ല എന്നുണ്ടെങ്കിൽ എനിക്കിനി എങ്ങനെ തിരുത്തുവാനായിട്ട് സാധ്യമാകും? എൻ്റെ ജീവിതം ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേർക്കുവാൻ എനിക്ക് എന്ത് സാധ്യമാകും? പലപ്പോഴും പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോമ്പെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും, അച്ഛാ, ഞങ്ങൾ 25 നോമ്പ് മുതലേ എടുക്കാറുള്ളൂ, പകുതി നോമ്പ് മുതലേ സാധാരണ ഞങ്ങൾ പണ്ട് മുതലേ ഞങ്ങൾ നോമ്പെടുക്കാറുള്ളൂ. അത് ചിലരുടെ ഒരു ചിന്താഗതിയാണ്. 50 ദിവസം എങ്ങനെ ഭക്ഷ്യ വസ്തുക്കൾ നോക്കി അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ നോക്കി എങ്ങനെ ഒഴിഞ്ഞിരിക്കും, എങ്ങനെ ഈ 50 ദിവസം തള്ളി നീക്കുമെന്നുള്ള ഒരു ചിന്താഗതി പലർക്കുമുണ്ട്. അതുകൊണ്ട് ചിലർ ഈ നോമ്പിനെ ഈ ചേന മുറിക്കുന്നത് പോലെ അങ്ങ് മുറിക്കും, പിന്നെ അത് 25 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിക്കും. എന്നാൽ വേറെ ചിലർ ഈ ചേന കുറച്ചുകൂടെ കയറ്റി അങ്ങ് മുറിക്കും, എന്നിട്ട് വിചാരിക്കും ഒരു 40-ാം വെള്ളിയാഴ്ച മുതൽ നോമ്പെടുത്ത് കളയാം. പിന്നെ 40-ാം വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് സാത്താൻ പിന്നെയും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. എന്താണ്? ഇവിടെ നോമ്പെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50 ദിവസം എടുക്കണം, അല്ലെങ്കിൽ എടുക്കരുത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തായാലും അടുത്ത വർഷം മുതൽ 50 ദിവസവും കൃത്യമായിട്ട് നോമ്പെടുത്ത് കളയാം, ഇപ്പോൾ ഇങ്ങനെ അങ്ങ് പൊക്കോട്ടെ. പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെതായുള്ള ദിവസങ്ങൾ നമ്മൾ കടന്നു വരുമ്പോൾ തമ്പുരാൻ 40 രാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. സാത്താനെ വിലക്കി മാറ്റുന്ന വജ്രായുധം പരിശുദ്ധ സഭ നമുക്ക് നോമ്പായി നൽകുമ്പോൾ ആ നോമ്പിനെ ഉദാസീനതയോടുകൂടി കാണുവാനായിട്ട് ഇടയാകരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ പള്ളിയിൽ ചോദിച്ചു, പ്രാർത്ഥന യോഗത്തിൽ ചോദിച്ചു, നിങ്ങളൊക്കെ നോമ്പെടുക്കുന്നുണ്ടോ? യോ അച്ഛാ, ഞങ്ങൾ എല്ലാവരും നോമ്പിലാണ്. പിന്നെ നെത്തോലി, അതൊരു മീനല്ലല്ലോ, അതുകൊണ്ട് ഇച്ചിരി ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി അല്പമൊക്കെ ഉപയോഗിക്കും. പിന്നെ പാല്, ഇച്ചിരി ചായ കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര തലവേദനയാച്ച, അതുകൊണ്ട് ശകലം. പിന്നെ മോരൊഴിക്കാതെ ഞങ്ങൾ പിള്ളേർ പോലും ചോറുണ്ണത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ അത് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നോമ്പിൻ്റെ അനുഭവത്തിലൊക്കെ ഞങ്ങളങ്ങ് ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും കടൽ കാണാൻ പോയിട്ടുണ്ടല്ലേ? ഇവിടെ ഇരിക്കുന്നവരിൽ മിക്ക ആൾക്കാരും എല്ലാവരും തന്നെ കടൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കടലിൽ പലതരത്തിലുള്ള ആൾക്കാർ പോകാറുണ്ട്. ചിലര് കടൽ കാണുവാനായിട്ട് പോകും, അല്ലേ? കടൽ കുറച്ചു നേരം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മനസ്സിൻ്റെ വിഷാദങ്ങളൊക്കെ അകലും, മനസ്സിന് കുറച്ചുകൂടി ശാന്തതയുണ്ടാകും എന്നുള്ള നിലയിൽ വൈകുന്നേരം ബീച്ചിലൊക്കെ പോയി ഇരുന്ന് ഇത്തരത്തിൽ വീക്ഷിക്കുന്ന അനേകം പേരുണ്ട്. എന്നാൽ വേറെ കുറച്ച് പേരുണ്ട്, അവർ കടലിൽ പോയിട്ട് ജസ്റ്റ് കാലൊക്കെ ഒന്ന് കഴുകി തിരിച്ചിഞ്ഞ് കയറി വരും. തിരമാല അടിച്ച് കയറുമ്പോൾ ഒന്ന് കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് തിരിച്ചു മടങ്ങി കയറി വരും. വേറെ കുറച്ച് പേരുണ്ട്, അവർ കടലിൻ്റെ നടുവിലേക്ക് പോയി മത്സ്യത്തെ പിടിച്ചുകൊണ്ട് കരയിലേക്ക് വന്ന് അത് വിറ്റ് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ വേറെ കുറച്ച് പേരുണ്ട്, കടലിൻ്റെ അഗാധങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് മുത്തുച്ചിപ്പികൾ വാരിക്കൊണ്ട് വരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കടലിലേക്ക് പോകുന്നവർ പലരാണ്. പ്രിയമുള്ളവർ, ഈ കടലിനെ ഈ നോമ്പുമായിട്ട് നമുക്കൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ദൂരെ നിന്ന് മാറി നിന്ന് ഈ കടലിനെ നോക്കുന്നത് പോലെ നോമ്പിനെ ദൂരെ നിന്ന് നോക്കിക്കാണുന്നവരാണോ? അതോ അത്യാവശ്യം കാലൊന്ന് നനച്ചിട്ട് തിരിച്ച് കയറി വരുന്നവരാണോ? അതോ കടലിൻ്റെ നടുവിലേക്ക് പോയി ആഴക്കടലിലേക്ക് പോയി മത്സ്യത്തെ പിടിച്ച് തിരിച്ചു വരുന്നവരെ പോലെയാണോ? അതോ കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് മുത്തുച്ചിപ്പികൾ, പവിഴങ്ങൾ വാരിക്കൊണ്ടുവരുന്ന അനുഭവത്തിലാണോ? നോമ്പ് നോൽക്കുന്ന നമ്മൾ ദൂരെ നിന്ന് മാറി നിന്ന് വീക്ഷിക്കുന്നവരായി തീരരുത്. കേവലം എല്ലാവരും നോമ്പെടുക്കുന്നുണ്ടല്ലോ, എല്ലാവരും കുമ്പസാരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് പോയി കുമ്പസാരിച്ചേക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ ഒന്ന് പള്ളിയിലേക്ക് പോയേക്കാം,
അല്ലെങ്കിൽ സന്ധ്യാ നമസ്കാരത്തിലൊന്ന് പങ്കെടുത്തേക്കാം, അല്ലെങ്കിൽ ഈ വെള്ളിയാഴ്ച യോഗത്തിലൊന്ന് പോയി പങ്കുകൊണ്ടേക്കാം എന്നുള്ള ചിന്താഗതിയിൽ അത്യാവശ്യം കടലിലേക്ക് അല്ലെങ്കിൽ നോമ്പെടുക്കുന്നവരാണോ? അതോ നോമ്പിന്റെ അനുഭവത്തിലൂടെ കടലിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന മുത്തുച്ചിപ്പികളാകുന്ന ഈ നോമ്പിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നവരായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ ചിന്താഗതിയെ നമുക്ക് ഈ നോമ്പിന്റെ കാലയളവിലൊന്ന് മാറ്റുവാനായിട്ട് സാധിക്കുമോ? പ്രിയമുള്ളവരെ, ദൂരെ നിന്ന് വീക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പോരാ. ദൈവമേ, എനിക്ക് കുറച്ചുകൂടി നോമ്പിനെ ഒന്ന് സ്വീകരിക്കുവാനുള്ള, നോമ്പിലേക്കൊന്ന് ആയിത്തീരുവാനായിട്ടുള്ള കൃപ ചൊരിഞ്ഞു തരണമേ എന്ന് നമുക്ക് ഈ പരിശുദ്ധ ആലയത്തിൽ ഇരുന്നു കൊണ്ടൊന്ന് പ്രാർത്ഥിക്കുവാൻ സാധ്യമാകണം. അങ്ങനെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ, ദൈവിക കൃപകളെ പ്രാപിക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളാണുള്ളത്, നമുക്കെല്ലാവർക്കും അറിയാം. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, നാവുണ്ട്, ത്വക്കുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ. ഇതിൽ ഏത് അവയവം കൊണ്ടാണ് ഏറ്റവും വലിയ പാപങ്ങൾ ചെയ്തു കൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയുവാൻ സാധിക്കും? നാവ് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പരിമല സെമിനാരിയിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന് ഇടയ്ക്ക് വെച്ച് എത്ര തവണ നാവ് കൊണ്ട് പാപം ചെയ്തു, മറ്റുള്ളവരെ നമ്മൾ എത്രത്തോളം ശോധന ചെയ്തു, മറ്റുള്ളവർക്കെതിരെ നമ്മൾ എന്തുമാത്രം സംസാരിച്ചു, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഇടവകയിലുള്ളവർ, നമ്മുടെ സഹോദരങ്ങൾ, എത്ര പേർക്ക് നമ്മൾ മാർക്കിട്ടുകയും അവരെ പറ്റി സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പരിശുദ്ധ ആലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളതെന്ന് ചിന്തിക്കുക. നേരം വെളുത്താൽ വൈവോളം നമ്മൾ പാപം ചെയ്യുന്ന ഏക ഒരു വസ്തുവാണ്, ചെറിയ ഒരു അവയവമാണ് എങ്കിൽ തന്നെയും നാവ് കൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുക എന്നുള്ളത്. ഈ നോമ്പിന്റെ കാലയളവിൽ നാവിന് നമുക്കൊരു കടിഞ്ഞാണിടുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അനേകമായിരിക്കുന്ന പാപങ്ങളെ മോചിക്കുവാനായിട്ട് സാധ്യമാകും. യാക്കോബ് ശ്ലീഹ ഇവിടെ പറയുകയാണ്, നാവ് ചെറിയൊരു അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. പ്രിയമുള്ളവരെ, നാവ് ഒരു തീയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ നോമ്പ്, ഈ 2019 വലിയ നോമ്പ് എടുക്കുന്ന ഏവരും, നമ്മൾ വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല എങ്കിൽ തന്നെയും നമ്മുടെ ശരീരത്തിലെ അവയവമായിരിക്കുന്ന ഈ നാവിന് ഒന്ന് കടിഞ്ഞാണിട്ടുകൊണ്ട് നമുക്കൊന്നായി തീരുവാനായിട്ട് സാധിക്കും. അത്തരത്തിൽ കടിഞ്ഞാണിട്ടുകൊണ്ട് നമ്മളിലേക്ക് തന്നെ ഒന്ന് പറ്റിച്ചേരുമ്പോൾ, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കുമ്പോൾ, അനേകം പേർക്ക് എതിരെ സംസാരിച്ചൊരു നാവാണ് എൻ്റേത് എന്നുള്ളതിനെ പറ്റി നമ്മളൊന്ന് ധ്യാനിച്ച് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവമേ, ഈ നോമ്പിന്റെ കാലയളവിൽ എൻ്റെ നാവിന് കടിഞ്ഞാണിടുവാൻ തമ്പുരാനെ അവിടുന്ന് ഇടയാകുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാനായ സോക്രട്ടീസ് ഇപ്രകാരം പറയുന്നുണ്ട്, യു ക്യാൻ വൂണ്ട് എ പേഴ്സൺ ത്രൂ ടങ് ആൻഡ് ആൾസോ യു ക്യാൻ വിൻ എ പേഴ്സൺ ത്രൂ ടങ്. നിനക്ക് നാവ് കൊണ്ട് ഒരാളെ മുറിവേൽപ്പിക്കുവാനായിട്ടും സാധിക്കും, എന്നാൽ ഒരാളെ നേടുവാനും നാവ് കൊണ്ട് സാധ്യമാകും. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളൊന്ന് ധ്യാനിച്ചു നോക്കുക, ദൈവമേ, എൻ്റെ നാവ് കൊണ്ട് ഞാൻ അനേകം പേരെ നേടിയതാണോ, അതോ എൻ്റെ നാവ് കൊണ്ട് ഞാൻ ആരെയെങ്കിലുമൊക്കെ മുറിവേൽപ്പിച്ചിട്ടുള്ള വ്യക്തിയാണോ എന്നുള്ളത് ചിന്തിക്കുക. അങ്ങനെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അനുതാപം ഉണ്ടാകണം. ഇനി മേലിലെങ്കിലും ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഒരു മനുഷ്യനെ പരിഹസിക്കുകയില്ല, കളിയാക്കുകയില്ല, ഒരു മനുഷ്യനെതിരെ സംസാരിക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഈ പരിശുദ്ധാലയത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കൂടുതൽ പ്രകാശമുള്ളതായി തീരുമെന്നുള്ളതിലൊട്ടും തന്നെ സംശയമില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ച് നോക്കുമ്പോൾ അനേകം ഉദാഹരണങ്ങൾ നാവിനെ പറ്റി, നാവിൻ്റെ പ്രാധാന്യത്തെ എടുത്തു കാട്ടുന്ന അനേകം ഉദാഹരണങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ കൂടുതലായിട്ടുള്ള വാക്യങ്ങൾ പറയുന്നത് സദൃശ്യവാക്യങ്ങളിലാണ്. നിന്റെ നാവിനെ നീ എപ്രകാരം ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി കൂടുതലായിട്ടും പറയുന്നു സദൃശ്യവാക്യങ്ങളിൽ.
വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് അല്പനേരമൊന്ന് സഞ്ചരിക്കാം. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനികളുടെ നാവ് സുഖപ്രദം. ഇവിടെ പറയുന്നു, വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനികളുടെ നാവ് സുഖപ്രദമാവുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നാവ് കൊണ്ട് അനേകം പേരെ മുറിവേൽപ്പിച്ചിട്ടില്ലേ? പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അച്ഛാ എൻ്റെ കൊക്കിന് ശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അവളോട് മിണ്ടുകയില്ല. കൊക്കും താറാവും ഒക്കെ അവിടെ നിൽക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ നമുക്ക് ജീവനെ തന്നത് മറ്റുള്ളവരോട് മറുതലിച്ചു നിൽക്കുവാനായിട്ടല്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യനുമായിട്ട് എതിർത്ത് നിൽക്കുവാനായിട്ടല്ല, എപ്പോഴും തർക്കങ്ങളുടെ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ടല്ല. ജീവിതത്തിൽ സമാധാനമില്ലാത്ത അനുഭവത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാവിൻ്റെ അനുഭവത്തിലൂടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ദൈവം തമ്പുരാനെ, എൻ്റെ നാവിനെ കടിഞ്ഞാണിടുവാനായിട്ട് എനിക്ക് സാധ്യമാവുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിന് സമാധാനം ഉണ്ടായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഇല്ലഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതും നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതാണല്ലോ വായ് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ മനസ്സിലെ ചിന്തകളെ കുറച്ചുകൂടി നന്മയുള്ളതാക്കി തീർക്കുകയാണെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും കുറച്ചുകൂടി നല്ലതായി തീരുവാനായിട്ട് സാധിക്കും. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, വാക്കുപെരുകിയാൽ ലംഘനമില്ലാതെ ഇരിക്കയില്ല, അധരങ്ങളെ അടക്കുന്നവനു ബുദ്ധിമാൻ, നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളി, ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസാരം. വാക്കുപെരുകിയാൽ ലംഘനം ഇല്ലാതെ ഇരിക്കയില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ കുറ്റങ്ങളെ മറച്ചു വെക്കുവാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് നാവ് ഉപയോഗിക്കുന്നത്. നമ്മുടെ തെറ്റാണെന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവന്റെ മുകളിൽ ആരോപിക്കപ്പെടുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഒരു വിരല് മറ്റുള്ളവന്റെ നേരെ ചൂണ്ടുമ്പോൾ 3 വിരലുകൾ നമ്മളിലേക്കാണ് പ്രിയമുള്ളവരെ ചൂണ്ടുന്നത്. മറ്റുള്ളവനൊരു കുറ്റമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവനാണ് കുഴപ്പമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെയാണ് പ്രശ്നക്കാര്, ഈ സമൂഹത്തിലെ എവരൊക്കെയാണ് പ്രശ്നക്കാര്, ഈ സഭയിൽ എവരൊക്കെയാണ് പ്രശ്നക്കാരെന്ന് നമ്മൾ ചിന്തിക്കുന്നുവെന്നുണ്ടെങ്കിൽ പ്രശ്നം അവരുടേതല്ല, മറിച്ച് നമ്മുടെ ചിന്താഗതിക്കാണ്, നമ്മുടെ ചിന്തകൾക്കാണ്, നമ്മുടെ ചിന്താശരണികൾക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് അവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മറ്റുള്ളവന്റെ മേലിൽ ആരോപണങ്ങൾ നമ്മൾ ചുമത്തുമ്പോൾ നമ്മൾക്കാണ് കൂടുതൽ പ്രശ്നമെന്നുള്ളത് മനസ്സിലാക്കുക. അനേകം ഉദാഹരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഏദൻ തോട്ടത്തിന്റെ നടുക്കു നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് യഹോവയാം ദൈവം ആദത്തിനോടും ഹവ്വയോടും പറഞ്ഞു. എന്നാൽ ആദാം ഇല്ലാത്ത തക്കം നോക്കി ഹവ്വായുടെ അടുക്കിലേക്ക് പാമ്പ് കടന്നു വരുന്നു. പിശാച് പാമ്പിന്റെ രൂപത്തിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നീ ആ ഫലത്തേക്കൊന്ന് നോക്കുക, തോട്ടത്തിന്റെ നടുക്കു നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ തിന്നുന്ന നാളിൽ നീ ആരെ പോലെ ആകും, നീ ദൈവത്തെ പോലെ ആയിത്തീരും. ദൈവം തമ്പുരാൻ പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഈ ഹവ്വ ഒത്തിരി ആഗ്രഹിച്ചു, എനിക്ക് ദൈവത്തെ പോലെ ഒന്നാകണം. ലോകത്ത് എത്ര സൗന്ദര്യം ഉണ്ടായിട്ടും സൗന്ദര്യം കുറവാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വർഗമാണ് സ്ത്രീ. എത്ര തന്നെ സൗന്ദര്യം കിട്ടിയാലും എനിക്ക് കുറച്ചുകൂടി സൗന്ദര്യം കിട്ടേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു വർഗമാണ്. അത്തരത്തിൽ ഈ ഹവ്വായും ചിന്തിച്ചു, എനിക്ക് ഈ സൗന്ദര്യം പോരാ, എനിക്ക് ദൈവത്തെ പോലെ ഒന്നാകണം. അവൾ എന്ത് ചെയ്തു? പാമ്പിന്റെ വാക്ക് കേട്ടു, ദൈവത്തിന്റെ വാക്കിനെ ഉപേക്ഷിച്ചു, തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നു. ആദാം കടന്നു വന്നപ്പോൾ ആദാമിനും ഈ ഫലത്തെ കൊടുത്തു. ആദാം ആദ്യം ചിന്തിച്ചു, ദൈവം പറഞ്ഞു ഇത് തിന്നരുത്. എന്നാൽ ഹവ്വ പറഞ്ഞു, നീ ഇത് തിന്നോ, നീ ദൈവത്തെ പോലെ ആകുമെന്ന്. ദൈവത്തോട് പോയി പണി നോക്കാൻ പറഞ്ഞു. ഹവ്വായുടെ വാക്കിനെ വിശ്വസിച്ചു. എനിക്ക് ഹവ്വ മതി എന്നുള്ള ചിന്താഗതിയോടുകൂടി തോട്ടത്തിന്റെ നടുക്കു നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ആര് കഴിച്ചു? ആദമും ഹവ്വ കഴിച്ചു.
എന്നും കാണാറുള്ള ആദത്തിനെയും ഹവ്വയെയും തോട്ടത്തിൽ കാണാഞ്ഞതുകൊണ്ട് യഹോവയാം ദൈവം ചോദിച്ചു, ആദമേ ആദമേ നീ എവിടെ? ആദാമും ഹവ്വായും പോയി ഒളിച്ചിരിക്കുകയാണ്. യഹോവയാം ദൈവം ആദത്തിനോട് ചോദിച്ചു, തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? ആദാം എന്താണ് മറുപടി പറഞ്ഞത്? ആദാം പറഞ്ഞു, സ്ത്രീ എനിക്ക് തന്നു, ഞാനത് തിന്നു. എൻ്റെ പ്രശ്നമല്ല, സ്ത്രീ എനിക്ക് തന്നതുകൊണ്ടാണ് ഞാനത് തിന്നത്. ആരാണപ്പോ ഇവിടുത്തെ കുറ്റക്കാരൻ? ദൈവമല്ലേ കുറ്റക്കാരൻ? ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ എൻ്റെ ഭാര്യയിലെടുത്ത് നീ സ്ത്രീയെ സൃഷ്ടിച്ച് എനിക്ക് കൂട്ടായിട്ട് തന്നു. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു നീ ഇത് തിന്നുവാൻ. ഞാൻ എന്ത് ചെയ്തു? ഇത് തിന്നു. ഇപ്പം കുറ്റക്കാരൻ ആരായി? ദൈവമായി. കാരണം ദൈവമാണല്ലോ ഈ ഹവ്വയെ സൃഷ്ടിച്ച് ആദത്തോടൊപ്പം ആക്കിയത്. ഉടനെ ദൈവം തമ്പുരാൻ ഹവ്വയോട് ചോദിച്ചു, ഹവ്വേ നീ എന്തുകൊണ്ടാണ് ഇത് തിന്നത്? ഹവ്വ പറഞ്ഞു, ഞാനല്ല ഇതിന് കുറ്റക്കാരൻ, നീയാണ് കുറ്റക്കാരൻ. കാരണം ആരെയാണ് ഈ പാമ്പിനെ സൃഷ്ടിച്ച് ഇങ്ങോട്ട് വിട്ടത്? നീയല്ലേ ഈ പിശാചിനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയത്? അതുകൊണ്ടല്ലേ ഈ പിശാച് എൻ്റെ അടുക്കലേക്ക് വന്ന് തോട്ടത്തിന്റെ നടുക്കുന്ന വൃക്ഷത്തിന്റെ ഫലം കഴിച്ചോ എന്ന് എന്നോട് പറഞ്ഞത്? നീ ഈ പാമ്പിനെ സൃഷ്ടിച്ച് എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത് കൊണ്ടല്ലേ ഞാനിത് തിന്നത്? ഇപ്പോൾ ഇവിടെ ആരാണ് തെറ്റുകാരൻ? ഇപ്പം ദൈവമായി തെറ്റ് ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്രകാരമാണ്. പലതരത്തിലുള്ള തെറ്റുകൾ നമ്മൾ ചെയ്തു കൂട്ടും. പല തെറ്റുകളും നമ്മുടെ തെറ്റാണെന്നുള്ള സത്യാവസ്ഥ നമ്മൾ അറിഞ്ഞുവെങ്കിൽ തന്നെയും അത് മറ്റുള്ളവന്റെ തലയിൽ വെച്ച് കെട്ടുക എന്നുള്ള ഒരു സ്വഭാവം ഇത് തുടങ്ങിയത് എവിടെ തൊട്ടാണ്? ഏദൻ തോട്ടത്തിൽ മുതൽ തുടങ്ങിയതാണ്. ഇത് നമ്മുടെ തെറ്റല്ല, ഇത് നമ്മുടെ തെറ്റാണ് എന്നുള്ളതിനെ ഒന്ന് പറയുവാനെന്ന് പലർക്കും സാധിക്കുന്നില്ല. മദ്യപാനിയായ മനുഷ്യനോട് ആ ഇടവകയിലെ അച്ഛൻ ചോദിച്ചു, ഹേ മനുഷ്യ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുടിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ഈ കുടിച്ച് ശരീരം ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്കൊരു കുടുംബജീവിതമല്ലേ? നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിച്ചുകൂടെ? അച്ഛനോട് പറഞ്ഞു, മദ്യപാനി പറഞ്ഞു, അച്ഛാ, ഞാൻ കുടിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. ഞാൻ ഈ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനവും ഈ വീട്ടുകാർ തരികയില്ല. മക്കളാണെങ്കിൽ ഇത്തരത്തിൽ ജീവിക്കുന്നു, ഭാര്യയാണെങ്കിൽ അവൾക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു. അച്ഛാ, എനിക്ക് ഈ വീട്ടിൽ കയറി ചെന്നാൽ ഒരു സമാധാനമില്ല, അതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്, അല്ലാതെ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടല്ല. ഈ വീട്ടിലെ ഭാര്യയോട് അച്ഛൻ ചോദിച്ചു, സ്ത്രീ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? നിങ്ങൾ ഈ ദുസ്വഭാവത്തിന്റെ അനുഭവത്തിൽ നിങ്ങൾ ദേവാലയത്തിലൊന്നും കടന്നു വരാതെ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ നിങ്ങൾ ജീവിക്കുന്നത് എന്താ? അതച്ഛാ എൻ്റെ കുറ്റമല്ല, പിന്നെ ആരുടെ കുറ്റമാണ്? എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന് ഈ വീട്ടിൽ യാതൊരു ഉത്തരവാദിത്വമില്ല, മക്കളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല, വീട്ടുകാര്യങ്ങളിലൊന്നും ഒരു ഉത്സാഹവുമില്ല. പിന്നെ എന്തിനാണ് അച്ഛാ ഞാൻ മാത്രം ഇങ്ങനെ സത്യസന്ധതയോടുകൂടി പ്രാർത്ഥിച്ച് ആരാധനയ്ക്കൊക്കെ പങ്കെടുത്ത് ഇങ്ങനെ ജീവിക്കുന്നത്? എൻ്റെ കുറ്റമല്ല അച്ഛോ, ഇത് എൻ്റെ കൂടെ ഈ മനുഷ്യൻ വന്നു അന്ന് തുടങ്ങിയതാണ് അച്ഛാ എൻ്റെ വീട്ടിലെ, എൻ്റെ ഭവനത്തിലെ, എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയാണ് പ്രിയമുള്ളവരെ. നാവ് കൊണ്ട് മറ്റുള്ളവരുടെ മേലിലേക്ക് ഈ ആരോപണങ്ങളെ കൊണ്ടിടുക എന്നുള്ളത്. പരസ്പരം നാവ് കൊണ്ട് കുറ്റം വിധിക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് മാറിയിട്ട് എൻ്റെ തെറ്റാണ്, എൻ്റെ വീട്ടിലെ പ്രശ്നം എൻ്റെ തെറ്റുകൊണ്ടാണ് എന്നുള്ളതൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിൽ ബോധ്യതയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവുന്നുവെങ്കിൽ നമുക്ക് കൂടുതൽ ശരിയായ പാതയിലൂടെ നീങ്ങുവാനായിട്ട് സാധ്യമാകും. വീണ്ടും സദൃശവാക്യങ്ങൾ 15-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം, നാവിൻ്റെ വക്രതയോ മനോവ്യസനം. ഇന്നത്തെ ഈ കാലയളവിൽ എലക്ഷൻ പ്രചരണത്തിന്റെ നാളുകളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ദൈവമേ, 5 വർഷം മുമ്പ് കണ്ട ആളുകളെയൊക്കെ ഇനി ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരണമെന്നാണ് പലരും പറയുന്നത്. ഇനിയിപ്പോൾ ഇവർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുവാനായിട്ട് പോകുന്നത്? എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് അവർ തരുന്നത്? ഇതൊക്കെയും ഈ വർഷം തന്നെ ചെയ്ത് തീർക്കുവാനായിട്ട് സാധ്യമാകൂ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഈ ദേശത്ത്, ഈ നാട്ടിലൊന്ന് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. ഇപ്പോൾ ഒത്തിരി വാഗ്ദാനങ്ങളുമായിട്ട് അനേകം പേര് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. പ്രിയമുള്ളവരെ, നാവിൻ്റെ വക്രത അത് മനോവ്യസനത്തിന് ഇടയാകും. നാവിൻ്റെ വക്രത മനോവ്യസനത്തിന് ഇടയാകും. നമ്മൾ പലരെയും ഈ കാലയളവിന് അടുത്ത് വെച്ച്
ഈ കാലയളവിനകത്ത് വെച്ച് പലരെയും നമ്മൾ പറ്റിച്ചിട്ടുണ്ട്. കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പാഠമുണ്ട്. ഒരു ആട്ടിടയനായിട്ടുള്ള ഒരു ചെറുക്കൻ, ഈ ചെറുക്കൻ ആടിനെ മേയിക്കുവാനായിട്ട് ഇങ്ങനെ പോകുന്ന അവസരത്തിൽ അവിടെ ആയിരിക്കുന്ന നാട്ടുകാരെ മുഴുവൻ ഈ ചെറുക്കൻ പറ്റിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ? പുലി വരുന്നേ, പുലി വരുന്നേ എന്ന് വിളിച്ചു പറയും. പുലി വരുന്നുവെന്ന് വിചാരിച്ച് നാട്ടുകാരെല്ലാം ഈ ആട്ടിടയന്റെ അടുക്കിലേക്ക് കടന്നു വരും. ഈ ചെറുക്കൻ പറയും, അയ്യോ പുലി പോയേ, പുലി പോയേ. ഇങ്ങനെ ഒത്തിരി തവണ നാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ട്. ഒരു ദിവസം പ്രിയമുള്ളവരെ, യഥാർത്ഥമായിട്ട് പുലി വന്നു. അവന്റെ ആടുകളെ എല്ലാം കടിച്ചു കീറി തിന്നുവാനായിട്ട് തുടങ്ങി. ഈ ചെറുക്കൻ അലറി വിളിച്ചു പറഞ്ഞു, അയ്യോ പുലി വരുന്നേ, പുലി വരുന്നേ. നാട്ടുകാർ പറഞ്ഞു, ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഇനി ഞങ്ങളെ പറ്റിക്കാനായിട്ട് നോക്കണം, നീ ഇത് വെറുതെ പുലമ്പുന്നതല്ലേ. പ്രിയമുള്ളവരെ, അവന്റെ ആടിനെ മുഴുവൻ പുലി വന്ന് തിന്ന് കൊന്നുകളഞ്ഞു. ഇത്തരത്തിൽ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ, മറ്റുള്ളവർക്കെതിരെ സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരെ പറ്റിക്കുന്നതായുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത്തരം പ്രതിസന്ധികൾ കടന്നു വരുമെന്നുള്ളത് മനസ്സിലാക്കുക. അത്തരത്തിൽ മറ്റുള്ളവരെ പറ്റിക്കുന്ന ഒരു അനുഭവം, മറ്റൊരുവരെ കബളിപ്പിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ നാവ് കൊണ്ട് അത്തരത്തിലുള്ള സംഭാഷണങ്ങളെ ഒഴിവാക്കുവാനായിട്ട് സാധ്യമാകണം. നോമ്പിലെ നമസ്കാരത്തിലെ വ്യാഴാഴ്ച സന്ധ്യാ നമസ്കാരത്തിന് ഇത്തരത്തിൽ നമ്മൾ പാടുന്നുണ്ടല്ലോ, ആഹാരത്തോടൊപ്പം നിൻ വായ്ദുർവചനം വെടിയേണം, രാജാവേറും വാതിലിലോ അന്യായം പൂകീടല്ലേ, ആഹാരവും അന്യായമതും വായ് കൈവെടിയേണം നോമ്പിൽ, നോമ്പിത് ശിക്ഷയ്ക്കാകായ്വാൻ നാവു നിയന്ത്രിതമാകേണം, നോമ്പിത് ശിക്ഷയ്ക്കാകായ്വാൻ നാവു നിയന്ത്രിതമാകേണം. നോമ്പ് ശിക്ഷയ്ക്ക് ഇടയാക്കരുതെന്നുണ്ടെങ്കിൽ, നോമ്പ് നമ്മുടെ ശിക്ഷാവധിക്ക് ഇടയാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ നാവിനൊരു നിയന്ത്രണം ഉണ്ടാകണം. പ്രിയമുള്ളവരെ, നമ്മൾ ദിവസവും ദേവാലയത്തിൽ ആരാധനയ്ക്കായിട്ട് പോകുമ്പോൾ, സന്ധ്യാപ്രാർത്ഥനയ്ക്കായിട്ട് പോകുമ്പോൾ, പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ, പ്രാർത്ഥനാ യോഗങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മുടെ നാവ് കൊണ്ട് പുലമ്പുന്നത്. മറ്റുള്ള എത്രയോ പേർ നമ്മുടെ നാവ് മൂലം മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു ചിന്താഗതി നമുക്കുണ്ടായിട്ടുണ്ടോ? അനേകം കുടുംബങ്ങൾ പോലും ഇന്ന് താറുമാറായിട്ടുള്ളത് ഈ പാമ്പിന്റെ പോലതയുള്ള നമ്മുടെ ഈ നാവ് കൊണ്ടാണ്. പാമ്പിനെ പോലെ അത്രത്തോളം വിഷം നിറഞ്ഞിരിക്കുന്നു നമ്മുടെ നാവുകളിൽ എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ, നമ്മുടെ നാവിനെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമാകണമെന്നുള്ളത് മനസ്സിലാക്കുക. നാവിനെ കടിഞ്ഞാണിടുന്ന മനുഷ്യന്റെ ആയുസ് പോലും വർദ്ധിക്കും. നാവിനെ കടിഞ്ഞാണിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ആയുസ്സിനെ പോലും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധനായ പരമന തിരുമേനി അനേകം നാളുകൾ മൗനിയായി ഉപവാസത്തോടെ നോമ്പിന്റെ അനുഭവത്തിൽ ജീവിച്ച വ്യക്തിത്വമാണ്. അത്രത്തോളം ഒന്നും നമുക്കാകുവാനായിട്ട് സാധിച്ചില്ല എങ്കിൽ തന്നെയും നമ്മുടെ നാവുകൾക്കൊന്ന് കടിഞ്ഞാണിട്ടുകൊണ്ട്, ദൈവമേ എൻ്റെ നാവിൽ നിന്ന് മറ്റുള്ളവർക്കെതിരെ ഒരു ആരോപണമോ ഒരു കുറ്റമോ ഒരു കുറവോ പറയുവാനായിട്ട് ഇടവരരുത് എന്ന് നമുക്ക് ഈ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ആയുസ് പോലും വർദ്ധിക്കുന്നു. നമുക്കറിയാം, എപ്പോഴും കുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് പ്രാവ്. ഒരുപക്ഷെ ഈ ആലയത്തിന് മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രാവിനെ നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രാവിന്റെ സ്വഭാവം എന്താണ്? അതെപ്പോഴും കുറുകിക്കൊണ്ടേയിരിക്കും, അതെപ്പോഴും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതിന് മിണ്ടാതെ ഇരിക്കുവാനായിട്ട് പറ്റുകയില്ല. ഈ പ്രാവിന്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. കുറച്ചു കാലയളവിൽ മാത്രം ജീവിക്കുന്ന ഒരു ജീവിയാണ് പ്രാവ്. എന്നാൽ എപ്പോഴും നിശബ്ദമായിട്ടിരിക്കുന്ന ഒരു ജീവിയുണ്ട്. അതിന്റെ പേര് പറയാമോ? ആമ. ആമ കൂടുതലായിട്ടൊന്നും സംസാരിക്കുകയില്ല. ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അത് ദിവസങ്ങളോളം അവിടെ തന്നെ ഇരിക്കും. അത് കൂടുതലായിട്ട് ഓടി നടക്കുകയില്ല. അതിന്റെ സംസാരം വളരെ കുറവാണ്. എന്നാൽ ഈ ആമയുടെ ആയുസ് എന്ന് പറയുന്നത് ദീർഘായുസാണ്. 100-200 വർഷക്കാലം ആമയ്ക്ക് ഒരു ലോകത്ത് ജീവിച്ചിരിക്കുവാനായിട്ട് സാധിക്കും. അതിന് കൂടുതൽ സംസാരിക്കാൻ ഒന്നുമില്ല. അതിനെപ്പോഴും കുറുകിക്കൊണ്ടിരിക്കേണ്ടുന്ന അവസ്ഥയില്ല.
അത് വളരെ ശാന്തമായി ജീവിക്കുന്ന ഒരു ജീവിയാണ്. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ പലതിനെപ്പറ്റി പുലമ്പുമ്പോഴും പലതിനെപ്പറ്റി ഭാരപ്പെടുമ്പോഴും സ്വർഗത്തിലെ തമ്പുരാൻ, യേശു തമ്പുരാൻ തന്നെ പറയുന്നുണ്ടല്ലോ, മാർത്തേ മാർത്തേ, നീ പലതിനെപ്പറ്റി ഇത്തരത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത്? മറിയം നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൾ എൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ഈ വചനത്തെയൊക്കെ കേട്ടുകൊണ്ട് ശാന്തയായിരിക്കുന്നു. നമ്മളോ രാവിലെ എഴുന്നേറ്റത് മുതൽ എന്തിനെ പറ്റിയൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ്. ഒരുപക്ഷെ ഈ പള്ളിയിൽ കടന്നു വന്ന് ഇരിക്കുമ്പോൾ പോലും നമ്മുടെ ചിന്തകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നില്ലേ? വീട്ടിലെ കാര്യങ്ങൾ, ഭവനത്തിലെ കാര്യങ്ങൾ, സമൂഹത്തിലെ കാര്യങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇനി തിരിച്ച് വീട്ടിൽ ചെന്നാൽ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ പലപ്പോഴും നമ്മളിപ്പോൾ ഈ ആലയത്തിലിരിക്കുമ്പോൾ പോലും ചിന്തിച്ചു കൂടുകയാണ്. പ്രിയമുള്ളവരെ, സർവവും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. തമ്പുരാന്റെ പൊന്നുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവുന്നെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സംഗതി. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ ഇന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇത്രത്തോളം സംസാരിക്കുന്ന ഒരു സമൂഹം ഇതിനു മുമ്പില്ലായിരുന്നു. ഇപ്പൊ നമുക്കൊരു സാധനം കിട്ടിയിട്ടുള്ളത്, അതിൻ്റെ പേരെന്താണ്? ഒരു ഇലക്ട്രോണിക് മീഡിയ. ഇന്ന് എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഒരു സാധനമാണ് എന്ത്? മൊബൈൽ ഫോൺ. അത് അൺലിമിറ്റഡ് ആണ്. 100-300 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം മുഴുവൻ ഫ്രീ ആയി സംസാരിക്കും. അതിൻ്റെ പരസ്യം തന്നെ ഇപ്രകാരമാണല്ലോ, സംസാരിക്കൂ, സംസാരിച്ചു കൊണ്ടേയിരിക്കൂ, നിങ്ങളിത് ആഘോഷമാക്കിക്കൊള്ളൂ. ഇത്രത്തോളം സംസാരിക്കുന്ന ഒരു ലോകം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എന്തിനേറെ പറയുന്നു, പാതിരാത്രിയുടെ അനുഭവത്തിൽ പോലും പലരും ഇന്ന് വഴിതെറ്റിപ്പോകുന്നത് ഈ സംസാരത്തിൻ്റെ അനുഭവത്തിലൂടെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ നാവിനൊന്ന് കടിഞ്ഞാണിടുവാൻ, സംസാരിക്കേണ്ടുന്ന കാര്യങ്ങൾ അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി നാവിനെ കടിഞ്ഞാണിട്ട് ജീവിക്കുന്ന മനുഷ്യന് കൂടുതലായിട്ടുള്ള അനുഗ്രഹങ്ങളും കൃപകളും അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുമെന്നുള്ളത് മനസ്സിലാക്കുക. വീണ്ടും നാവിനെ പറ്റി വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതു അല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. മത്തായി ശ്ലീഹ പറയുന്നു, ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ വായ്ക്കുള്ളിലേക്ക് ചെല്ലുന്ന വസ്തുവല്ല, പിന്നെയോ വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ, അത് മനുഷ്യനെ അശുദ്ധനാക്കി കളയുന്നു. വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ദൈവമേ, പ്രിയമുള്ളവരെ, ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്ത വാക്കുകളാണ് പലപ്പോഴും മനുഷ്യൻ ഇന്ന് ഉച്ചരിക്കുന്നത്. അതിന്ന് ദേവാലയങ്ങളിലാണെങ്കിലും, അതിന്ന് സമൂഹത്തിലാണെങ്കിലും, ജോലി ചെയ്യുന്നതാണെങ്കിലും, എന്തിനേറെ പറയുന്നു, നമ്മുടെ ഭവനങ്ങളിൽ പോലും ഒരുത്തൻ കേട്ട് കഴിഞ്ഞാൽ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. ഈ നാവ് കൊണ്ട് എത്രയോ കുടുംബങ്ങൾ ശിഥിലമായിട്ടുണ്ട് എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിച്ച് നോക്കുക. ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നാവ് കൊണ്ട് മനുഷ്യൻ യുദ്ധങ്ങൾ മുതൽ, കലഹങ്ങൾ മുതൽ, കുടുംബ പ്രശ്നങ്ങൾ മുതൽ, അതിർത്തി തർക്കങ്ങൾ വരെ സംഭവിക്കുന്നു. നാവ് കൊണ്ട് ഏഷണിയും നുണയും പറഞ്ഞ് മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും തീ കോരിയിട്ട് ഒരുപാട് പേരുടെ ജീവിതത്തെ തകർത്തപ്പോൾ, ഒരുപാട് പേരെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടപ്പോൾ, അവൻ്റെ ജീവിതങ്ങളെ പരാജയത്തിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് അതിനാൽ ശാപം. മരുമക്കളെ വാശി തീർക്കുവാൻ, മരുമക്കൾ പറയാത്ത കാര്യം, ചെയ്യാത്ത കാര്യം സ്വന്തം മകനെ പറഞ്ഞു കേൾപ്പിച്ച്, കരണക്കുറ്റിക്ക് അടുപ്പിച്ച്, അവനെയും അവളെയും തമ്മിൽ തെറ്റിച്ച്, ഏറ്റവും ഒടുവിൽ ഡിവോഴ്സിന്റെ അനുഭവത്തിലേക്ക് വരെ കൊണ്ടെത്തിച്ചിട്ട് ഊറി ഊറി ചിരിക്കുന്ന അമ്മായിയമ്മമാരുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അവർക്ക് അതിനാൽ ശാപം. അമ്മായിയമ്മയോടുള്ള പിണക്കം കാരണം സ്വന്തം മകനെ അമ്മയിൽ നിന്ന് തിരിപ്പിച്ച് നാവ് കൊണ്ട് ഏഷണി കാതിൽ ഓതിക്കൊടുത്ത് അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ട് ഏതെങ്കിലും മരുമക്കൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനാൽ ശാപം. പല പല ദേവാലയങ്ങളിലും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്നുണ്ടെങ്കിലും
ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് ഊതി വീർപ്പിച്ച് വലിയ പ്രതിസന്ധിയാക്കി തീർത്തിട്ട് ഒരാലയം പോലും 2 ഗ്രൂപ്പുകളാക്കി 3 ഗ്രൂപ്പുകളാക്കി പരസ്പരം മല്ലടിച്ചുകൊണ്ടും തർക്കിച്ചുകൊണ്ടും ഒരു തലമുറ മുഴുവൻ നശിച്ചു പോകുന്ന അനുഭവത്തിലേക്ക് ഏതെങ്കിലും പള്ളികളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനാൽ ശാപം. പലരുടെയും വാക്കുകൾ കേട്ട് ഏറ്റവും അടുത്തുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് അധികാരവർഗത്തിലുള്ളവർ അതനുസരിച്ച് കാര്യങ്ങളെ മുന്നോട്ട് നീക്കിക്കൊണ്ട് മറ്റുള്ളവരോട് ചോദ്യം പോലും ചോദിക്കാതെ ബലഹീനനെ കുറ്റപാത്രമുള്ളവനാക്കി കുറ്റം വിധിച്ചുകൊണ്ട് ജീവിക്കുന്ന അധികാരികളുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അവർക്ക് അതിനാലേ ശാപം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനേകമായിരിക്കുന്ന ഇത്തരത്തിലുള്ള സംസാരങ്ങളും വാക്കുകളും ചതിക്കുഴികളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ശാപഗ്രസ്തമായി തീരും. സ്വർഗത്തിലെ തമ്പുരാൻ നമ്മൾ എത്ര നോമ്പെടുത്തു കഴിഞ്ഞാലും ആ നോമ്പിനെ സ്വീകരിക്കുകയില്ല എന്നുള്ളത് മനസ്സിലാകുക. നോമ്പ് സ്വീകാര്യയോഗ്യമുള്ളതാവണമെന്നുണ്ടെങ്കിൽ അന്യനോട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കണം, അയൽക്കാരനോട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കണം, സുഹൃത്തിനെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കണം, ബന്ധുമിത്രാദികളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം, കൂടപ്പിറപ്പുകളെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കണം, മാതാപിതാക്കളെ അനുസരിക്കുവാനായിട്ട് സാധിക്കണം, ദമ്പതികൾ സ്നേഹമുള്ളവരായി കുടുംബത്തിലായിരിക്കുവാൻ സാധിക്കണം. ഇതൊന്നുമില്ലാതെ നോമ്പാണ്, വിശുദ്ധിയാണ്, പ്രാർത്ഥനയാണ്, ആരാധനയാണ്, ഉപവസിക്കുകയാണ്, ഞാൻ ഇത്രത്തോളം രൂപ സംഭാവന നൽകി ദേവാലയത്തിന് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ നോമ്പിൽ ദൈവം തമ്പുരാൻ പ്രീതിപ്പെടുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്തരത്തിൽ ആർക്കെങ്കിലും ജീവിതത്തിൽ നാവ് കൊണ്ട് ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നോമ്പിൻ്റെ കാലയളവിൽ ഒരനുതാപം നമുക്ക് ആവശ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരനുതാപം നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ അനുതപിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പാപിനിയായ സ്ത്രീയെ പോലെ, വലതുഭാഗത്തെ കള്ളനെ പോലെ, ചുങ്കക്കാരനായ സഖായെ പോലെ തമ്പുരാൻ്റെ അടുക്കലേക്ക് അനുതാപത്തോടുകൂടി കടന്നു വരുന്നെങ്കിൽ തമ്പുരാൻ തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. ഏതൊരു അധമപാപിയും ക്രിസ്തുവും തമ്മിലുള്ള അകലം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര വലിയ പാപം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും തമ്പുരാനും തമ്മിലുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 തുള്ളി കണ്ണുനീര് മാത്രമാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഭവനത്തിലാണെങ്കിൽ പോലും മുറിക്കുള്ളിൽ അടച്ചിരുന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി സ്വർഗത്തിലെ തമ്പുരാൻ ഒരിക്കലും ഓടിച്ചു കളയുകയില്ല. അവൻ്റെ പ്രാർത്ഥനയെ സ്വർഗത്തിൽ കേൾക്കാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നീ ആലയത്തിൽ കടന്നു വന്ന് കണ്ണുനീരോടുകൂടി ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് വിലപിക്കുന്നുണ്ടെങ്കിൽ സ്വർഗം സന്തോഷിക്കും. സ്വർഗം സന്തോഷിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപി അനുതപിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും. പാപിക്കൊരു അനുതാപമുണ്ടപ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാവ് കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ ശൈലികൾ കൊണ്ട്, നമ്മുടെ രീതികൾ കൊണ്ട് ആരെയെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാനെ എൻ്റെ പാപത്തെ ഒന്ന് ക്ഷമിച്ചു തരണമേ എന്ന് കണ്ണുനീര് കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കണ്ണുനീരിന് സ്ഫോടക വസ്തുവിനേക്കാൾ ശക്തിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഹന്ന ദൈവസന്നിധിയിൽ കണ്ണുനീർ തൂക്കി പ്രാർത്ഥിച്ചു, ഹൃദയം നുറുങ്ങി അവൾ പ്രാർത്ഥിച്ചു. എലി പുരോഹിതൻ കടന്നു വന്നിട്ട് ചോദിച്ചു, നിനക്ക് മത്ത് പിടിച്ചിട്ടുണ്ടോ? നീ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ? ഹന്ന ദൈവസന്നിധിയിൽ കണ്ണുനീർ വീഴ്ത്തി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനയെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ കേട്ടോ. ഞാനും നിങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കണ്ണുനീര് കൊണ്ട് ദൈവസന്നിധിയിൽ, പാപിനിയായ സ്ത്രീ അവൾ പാപിനിയായിരുന്നുവെങ്കിലും തമ്പുരാന്റെ കാൽക്കൽ വിലയേറിയ തൈലമൊഴിച്ചു. അവളുടെ കണ്ണുനീര് കൊണ്ട് തമ്പുരാന്റെ പാദത്തെ കഴുകിയപ്പോൾ അവളുടെ അളവില്ലാത്ത പാപങ്ങളെ സ്വർഗത്തിലെ തമ്പുരാൻ ക്ഷമിച്ചു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു തുള്ളി കണ്ണുനീര് എൻ്റെ പാപത്തിന് വേണ്ടി നാം ഒഴുക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങൾക്ക് മോചനം നൽകുമെന്നുള്ളത് മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാവ് കൊണ്ട് ആരെയും വിധിക്കരുത്. വിധിക്കുവാനുള്ള കൃപ, വിധിക്കുവാനായിട്ട് ദൈവത്തിന് മാത്രമേ അർഹതയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക.
ഒരു മനുഷ്യനെയും വിധിക്കുവാനുള്ള യോഗ്യത തമ്പുരാൻ നമുക്ക് തന്നിട്ടില്ല. പണ്ട് കാലത്ത് ഈ പരദൂഷണം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു സ്വഭാവമായിരുന്നു. അല്ല, എവിടെ ഒന്ന് കൂടി വന്നാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ പരദൂഷണം എന്നുള്ള ഒരു സ്വഭാവം ഇന്ന് പുരുഷന്മാർക്കും കൂടി വന്നിരിക്കുകയാണ്. എവിടെ കൂടിയാലും മറ്റുള്ളവനെ പറ്റി പരദൂഷണം പറയുക. എന്താണ് നമ്മൾ ഈ നാവ് കൊണ്ട് സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ? മറ്റുള്ളവരുടെ കുറവുകളാണ്, മറ്റുള്ളവരുടെ പോരായ്മകളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഒരുപാട് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. പരിഹാസമാണല്ലോ ഇന്ന് മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ളൊരു സംഗതി, അല്ലേ? നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ടി വിയിൽ കാണുന്ന പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമഡി ഷോകളാണ്. പക്ഷെ അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്, രാത്രി ആകുമ്പോഴത്തേക്ക് അരമണിക്കൂർ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം, ഒരാനന്ദം. പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാം. ഒത്തിരി പരിഹസിക്കുന്നത് കണ്ടല്ലോ പ്രിയമുള്ളവർ. ഈ കോമഡി ഷോകളിലും കോമഡി സ്റ്റാർസിലും ഒക്കെ എന്താണ് കാണുന്നത്? ഒരുത്തനെ കളിയാക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവനെ പരിഹസിക്കുക. ആ പരിഹാസം കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ആർത്ത് ചിരിക്കുക. ഇത് മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടുള്ള സംഗതിയാണ്. എന്ത്? മറ്റുള്ളവരെ പരിഹസിക്കുക എന്നുള്ളത്. എന്നാൽ നാം ഓരോരുത്തരും ചിന്തിക്കുക, ഈ പരിഹാസത്തിൻ്റെ വർഷം, ഈ പരിഹാസം ആദ്യം ചെന്ന് തറയ്ക്കുന്നത് ദൈവത്തിൻ്റെ നെഞ്ചിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ഓരോ മനുഷ്യനെയും പരിഹസിക്കുമ്പോൾ ആദ്യം ഈ പരിഹാസം ചെന്ന് തറയ്ക്കുന്നത് പരിഹസിക്കപ്പെടുന്നവൻ്റെ ഹൃദയത്തിലല്ല, മറിച്ച് ഇത് ദൈവ ഹൃദയത്തിലാണ് ചെന്ന് പതിക്കുന്നത്. കാരണം ഏത് ബലഹീനനെയും ബലഹീനതയോടുകൂടി സൃഷ്ടിച്ചത് ആരാണ്? സ്വർഗത്തിലെ ദൈവമാണ്. നമ്മൾ കളിയാക്കുന്ന, നമ്മൾ പരിഹസിക്കുന്ന ഏത് മനുഷ്യനെയും സൃഷ്ടിച്ച് ഈ ലോകത്തിലാക്കിയത് സ്വർഗത്തിലെ ദൈവം തമ്പുരാനാണ്. അപ്പോൾ പരിഹാസി ഒരു മനുഷ്യനെ പരിഹസിക്കുമ്പോൾ ആദ്യമേ ചെന്ന് തറയ്ക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തിലാണെന്നുള്ളത് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക. അതുകൊണ്ട് മറ്റുള്ളവനെ കളിയാക്കുക, മറ്റുള്ളവനെ പരിഹസിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം സ്വർഗം ദുഃഖിക്കും, സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അതിൽ ദുഃഖമുണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കാം. അതുകൊണ്ടാണല്ലോ അഷ്ടഭാഗ്യങ്ങളിൽ യേശു തമ്പുരാൻ പറയുന്നുണ്ടല്ലോ, പരിഹസിക്കപ്പെടുന്നവൻ ഭാഗ്യവാൻ, കാരണം അവരുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. ഏതെങ്കിലും മനുഷ്യൻ പരിഹസിക്കപ്പെടുന്നെങ്കിൽ അവനുള്ള പ്രതിഫലം അത് സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് പരിഹാസത്തിൻ്റെ, കളിയാക്കിൻ്റെ, ശരവസ്ത്രങ്ങളുടെ ശൈലി മാറി. ഇന്ന് എല്ലാവരും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന എന്തിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെയാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ മെസ്സേജ് ചെയ്തുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും പലരും കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ പിച്ചു ചീന്തുക, അവരുടെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, സ്വപ്നം കാണാത്തത് പറഞ്ഞുണ്ടാക്കുക. ഇത് മനുഷ്യൻ്റെ വലിയൊരു പ്രതിസന്ധിയാണ് പ്രിയമുള്ളവരെ എന്നത്. എന്നിട്ട് നമ്മൾ നോക്കും, ഈ പ്രതിസന്ധിക്ക്, ഈ പരിഹാസത്തിന്, ഈ കളിയാക്കലിന് എത്ര ലൈക്കുകൾ കിട്ടിയെന്ന്, എത്ര പേര് ഷെയർ ചെയ്തുവെന്ന്, എത്ര കമൻറ്റുകൾ ലഭിച്ചുവെന്ന്. ഇത് ആധുനിക ലോകത്തിലെ ഒരു പരിഹാസ വർഷമാണ്. അത്തരം അനുഭവങ്ങൾ പല കുടുംബങ്ങളും ഇന്ന് ശിഥിലമായി പോയിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിൽ ഇത് തീ കോരിയിട്ടിട്ടുണ്ട്. പലരും നുറുങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ഇതിൽ മൂലം ഉണ്ടായിട്ടുണ്ട്. പല ദേവാലയങ്ങളിലും ഇതുമൂലം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്തത്, നമ്മൾ ലൈക്ക് എന്ന് വിചാരിക്കുന്ന പല സംഗതികളും അവരിന് ഡിസ്ലൈക്ക് ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾക്ക് ഇഷ്ടമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന പല വാർത്തകളും മറ്റുള്ളവന് ഇഷ്ടമില്ലാത്തതാണെന്നുള്ളത് കൂടി ചിന്തിക്കുക. അതുകൊണ്ട് ലൈക്കുകളുടെ എണ്ണം കൂട്ടാതെ സ്വർഗത്തിലെ തമ്പുരാന് എന്താണ് ലൈക്ക് എന്നുള്ളത് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് പാകപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സംഗതി എന്നുള്ളത് മനസ്സിലാക്കുക. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ നാവിനെ ഒന്ന് കടിഞ്ഞാണിടുവാനായിട്ട് സാധിക്കും. നാവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കാത്തതിനാൽ പരാജയം രുചിച്ചറിഞ്ഞ അനേകം ഉദാഹരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
നാവിനെ കടിഞ്ഞാടിരാതെ അഹങ്കാര മനോഭാവത്തോടുകൂടി നിന്ന പലരുടെയും ജീവിതം പരാജയപ്പെട്ടു പോയതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ വലിയ ഒരു ഗോപുരം പണിയുവാനായിട്ട് ആഗ്രഹിച്ചു. ദൈവം തമ്പുരാൻ എതിർത്തില്ല, പണിയുവാൻ പറഞ്ഞു. ഒരു വലിയ മതിൽക്കെട്ട് പണിതു. എന്നാൽ അതിന് നടുക്കൊരു വലിയ ഗോപുരം കൂടി പണിയുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. ഈ ഗോപുരത്തിന്റെ നീളം എവിടം വരെ ചെന്ന് നിൽക്കും? അങ്ങ് സ്വർഗത്തിൽ വരെ, ആകാശത്തിൽ വരെ മുട്ടി നിൽക്കണമെന്ന് ഇസ്രായേൽ ജനത ആഗ്രഹിച്ചു. ഇസ്രായേൽ മക്കൾ പണി തുടങ്ങി, പണി ആരംഭിച്ചു. ബാബേൽ ഗോപുരം അവർ പണിതു തുടങ്ങി. അതിൻ്റെ ഗോപുരത്തിൻ്റെ തലം അങ്ങ് ആകാശം വരെ മുട്ടി നിൽക്കണം. അതുകൊണ്ടാണല്ലോ പണ്ടത്തെ പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് പകരം നമ്മൾ ചൊല്ലുന്നത് ആകാശത്തിലുള്ള ഞങ്ങളുടെ ബാവ എന്നാണ്. അപ്പം ആകാശത്തിൻ്റെ ഒരു അനുഭവം, സ്വർഗം വരെ മുട്ടി നിൽക്കുന്ന ഗോപുരം പണിയുവാൻ ഇസ്രായേൽ ജനത ആഗ്രഹിച്ചതിൻ്റെ പണി തുടങ്ങി. അഹങ്കാര മനോഭാവത്തോടുകൂടി ഇസ്രായേൽ ജനത പണി തുടങ്ങി. പ്രിയമുള്ളവരെ, എന്നാൽ ഇസ്രായേലിൻ്റെ ശക്തിയേക്കാൾ വലിയൊരു ശക്തിയുണ്ട്. അത് ദൈവത്തിൻ്റെ ശക്തിയാണെന്നുള്ളത് അവർ തിരിച്ചറിയാതെ പോയി. ദൈവത്തിൻ്റെ ശക്തി ഇസ്രായേൽ മക്കളുടെ ബുദ്ധിയേക്കാൾ അപ്പുറമാണെന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഇല്ലാതെയായിപ്പോയി. പ്രിയമുള്ളവരെ, യഹോവയവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. ഗോപുരം പണിതോ? ഗോപുരം പണിതില്ല. ഗോപുരം പണിയുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. കാരണം യഹോവയാം ദൈവം ഭാഷയെ കലക്കിക്കളഞ്ഞു. അന്ന് വരെ ലോകത്തിൽ ഒറ്റ ഭാഷയുള്ള, അതേത് ഭാഷയാണെന്ന് അറിയാമോ? ഞാൻ ഒത്തിരി നാൾ അതിനെപ്പറ്റി ഇരുന്ന് ചിന്തിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതെന്തായാലും മലയാളം ഭാഷയായിരിക്കത്തില്ല. കാരണം മലയാളം ഭാഷയായിരുന്നെങ്കിൽ അവർ ഗോപുരം പണികയില്ല. അവിടെ എപ്പോഴും തർക്കങ്ങളായിരുന്നേ. ഈ മനുഷ്യർ എല്ലാവരോടും ഒരുമിച്ച് കൂടി, ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി നിൽക്കണമെന്നുള്ള ചിന്താഗതിയോടുകൂടി ഗോപുരം പണിതു. അതിൻ്റെ നീളമെന്ന് പറയുന്നത് അത് ആകാശത്തിൽ ചെന്ന് തട്ടി നിൽക്കണമെന്നുള്ള ചിന്താഗതിയോടുകൂടി ഗോപുരം പണിയുവാനായിട്ട് ആഗ്രഹിച്ചു. യഹോവയാം ദൈവം അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞു. അവർക്ക് ഗോപുരം പണിയുവാനായിട്ട് സാധിച്ചില്ല. നിങ്ങളത്തോടും അഹങ്കാര മനോഭാവത്തോടും കൂടി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ചിന്താഗതിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ തമ്പുരാൻ അതിബുദ്ധിമാനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാഷ കലങ്ങിപ്പോവും. നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. കല്ലിന്മേൽ എടുത്തു വെക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ അത് നശിച്ചു പോകും. അതുകൊണ്ട് ദൈവത്തെ കൂടാതെ ദൈവത്തിന് മുകളിലേക്ക് എത്തണമെന്നുള്ള ചിന്താഗതിയോടുകൂടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ടെങ്കിൽ അത് വിജയിക്കുകയില്ല, മറിച്ച് അത് പരാജയത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുമെന്നുള്ളത് മനസ്സിലാക്കാം. ഒരുമിച്ച് കൂടി നിൽക്കണമെന്ന് വിചാരിച്ച ഇസ്രായേൽ മക്കൾ ഇന്ന് ലോകത്തിൽ ചിതറിപ്പാർക്കുകയാണ്. അവർ ചിതറിപ്പോയി. അവർക്കൊരിക്കലും ഒരുമിച്ച് കൂടുവാൻ പറ്റുന്നില്ല. ഇന്നും ഈ 2019 ഇസ്രായേൽ മക്കൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചിതറിപ്പാർക്കുകയാണ്. തമ്പുരാൻ അന്ന് അവരെ ചിതറിച്ചതാണ്. ഇന്നും അത് ശരിയാക്കുവാൻ സാധിച്ചില്ല. പ്രിയമുള്ളവരെ, അഹങ്കാര മനോഭാവത്തോടുകൂടി ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ചക്രവർത്തി സർവ്വതും പിടിച്ചെടുത്തു. ഈ ലോകത്തിൽ സൂര്യന് താഴെയുള്ള സർവ്വവും പിടിച്ചടക്കി. ഇഷ്ടംപോലെ രാജ്യങ്ങൾ സ്വന്തമാക്കി. ഇഷ്ടംപോലെ ഭാര്യമാർ അവന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ധനസമ്പാദ്യം അവനുണ്ടായിരുന്നു. ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ധനവാനായിരുന്നു ശലോമോൻ ചക്രവർത്തി. എന്നാൽ ആയുസ്സിൻ്റെ മധ്യത്തിൽ, യൗവന കാലഘട്ടത്തിൽ ശലോമോൻ എന്താ പറഞ്ഞത്? മായ സർവവും മായത്രേ. പ്രിയമുള്ളവരെ, ലോകത്തിലേക്കും വെച്ചും ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ, ലോകത്തിലേക്കും വെച്ചും ഏറ്റവും വലിയ ചക്രവർത്തി, ലോകത്തിലേക്കും വെച്ച് സർവ്വരാജ്യങ്ങളും പിടിച്ചടക്കി എല്ലാത്തിൻ്റെയും മേലധികാരിയായി വാണരുളിയ സോളമൻ ചക്രവർത്തി പിന്നീടിരുന്ന് ചിന്തിക്കുകയാണ്, മായ സർവവും മായത്രേ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി 24 മണിക്കൂറുള്ളതിൽ 1 മണിക്കൂർ പോലും ഒന്ന് കൊടുക്കാതെ,
ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയമില്ലാതെ, കുടുംബ പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടു പോയിട്ട്, ദേവാലയത്തിൽ ആരാധനയ്ക്ക് കൃത്യസമയത്ത് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ സമയമില്ലാതെ, സമ്പത്തിന് പുറമെ നെട്ടോട്ടമോടുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ ചിന്തിച്ചു നോക്കുക. ശലോമോൻ ഇത് സർവവും നേടിയ മനുഷ്യനാണ്. സർവ സമ്പത്തും നേടിയ ശലോമോൻ പറയുകയാണ്, ഈ സൂര്യന്റെ കീഴ്വശത്ത് ഞാൻ ഈ സ്വരൂപിച്ചു കൂട്ടിയതെല്ലാം വ്യർത്ഥമത്രേ. എനിക്കിതിൽ നിന്ന് യാതൊരു ലാഭവുമില്ല. ഞാൻ ഈ സ്വരൂപിച്ചു കൂട്ടിയത് ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ധനത്തിന് പുറമേ പോകുമ്പോൾ, ധനസമ്പാദ്യത്തിന് പുറമേ പോകുമ്പോൾ, എല്ലാം സ്വരൂപിച്ചു കൂട്ടണമെന്നുള്ള ചിന്താഗതിയോടുകൂടി അധ്വാനിച്ച് ജീവിക്കുമ്പോൾ, ദൈവമില്ലാതെ നീ എന്തൊക്കെ അധ്വാനിച്ചാലും ഏറ്റവും ഒടുവിൽ നമുക്ക് പറയും, സർവവും മായയത്രേ. ഈ ലോകത്തിലെ സർവ്വകാര്യങ്ങളും മായയാകുന്നുവെന്ന് ശലോമോൻ പറയുകയാണ്. എന്നാൽ ദൈവവുമായുള്ള ബന്ധമുണ്ടെങ്കിൽ, ദൈവത്തിലുള്ള വിശ്വാസത്തോട് ജീവിക്കുന്ന ഒരു മനുഷ്യന് അവൻ എപ്പോഴും ഒരു പ്രത്യാശ കാണും. ആരിൽ? സ്വർഗത്തിലെ ദൈവത്തിൽ. അവൻ ഒരിക്കലും നിരാശപ്പെടുകയില്ല, അവൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല. ഒരു രോഗവും അവനെ തളർത്തുകയില്ല, ഒരു പ്രതിസന്ധിയും അവനെ താളടിയാക്കി കളയുകയില്ല, ഒരു പ്രളയവും ഒരു വരൾച്ചയും അവനെ നശിപ്പിക്കുകയില്ല. എത്ര അസമാധാനത്തിന് നടുവിലും സമാധാനത്തോടുകൂടി നിലനിൽക്കുവാൻ ഒരു ദൈവ പൈതൻ ഇടയാകുമെന്നുള്ളത് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, തീർന്നിട്ടില്ല. അഹങ്കാര മനോഭാവത്തോടുകൂടി നാവിനെ ഉപയോഗിച്ചവർ നാശത്തിലേക്ക്, അവൻ നശിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നുപോയത് വീണ്ടും വേദപുസ്തകത്തിൽ പറയും. നമുക്കറിയാം ദാവീദിനെയും ഗോലിയാത്ത് താൻ പടച്ചട്ടയൊക്കെ അണിഞ്ഞ് യുദ്ധത്തിനുള്ള സർവ സമ്പ്രദായങ്ങളും സർവകാര്യങ്ങളുമൊക്കെ അവൻ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് 6 അടി പൊക്കക്കാരനായിട്ടുള്ള രാജാവ് ഗോലിയാത്ത് അത്തരത്തിൽ നിൽക്കുകയാണ്. ദാവീദ് അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. എന്തുകൊണ്ടാണ്? അവൻ്റെ കയ്യിൽ വടിയും കവണയും കല്ലും മാത്രമൊക്കെയുള്ളൂ. ഗോലിയാത്ത് ദാവീദിനെ നോക്കി പറയുന്നു, ഹേ ചെറുക്ക, നീ കല്ലും കവണയുമായിട്ട് എൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഞാൻ എന്താ നായാണോ? ഞാനൊരു നായാണോ? നീ എന്തിനാണ് ഇത്തരത്തിൽ എൻ്റെ അടുക്കലേക്ക് യുദ്ധം ചെയ്യുവാനായിട്ട് വരുന്നത്? ഇന്ന് ഞാൻ നിന്നെ ഇവിടുത്തെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണമായിട്ട് കൊടുക്കും. നീ വേഗം വരിക, നിന്നെ ഞാൻ ഇപ്പോൾ നശിപ്പിച്ചു കളയുമെന്ന് ഗോലിയാത്ത് പുലമ്പി. എന്നാൽ പ്രിയമുള്ളവരെ, മറുപടിയായിട്ട് ദാവീദ് എന്താണ് ഉത്തരം പറയുന്നത്? ദാവീദ് പറയുന്നു, നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നീ നിന്ദിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ദാവീദ് ഗോലിയാത്തിനെ ഒന്ന് നോക്കി. ഗോലിയാത്ത് 6 അടി പൊക്കമുള്ള ധീരനായ ശക്തനായ ഒരു മനുഷ്യൻ. അവൻ്റെ കാല് മുതൽ തല വരെ എല്ലാ ഭാഗങ്ങളിലും യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും അവൻ്റെ ശരീരത്തിൽ കിടക്കുകയാണ്. അവൻ പടച്ചട്ട അണിയിച്ചിരിക്കുന്നു. ഒരു വട്ടം നോക്കി ദാവീദ് നോക്കിയപ്പോൾ കണ്ടു, നടുതെറ്റിക്ക് മാത്രം ഒന്നും വെച്ച് അവൻ മറച്ചിട്ടില്ല. ദാവീദ് കല്ലും കവണയും എടുത്ത് ഒറ്റയടി കൊടുത്തു. നേരെ ചെന്ന് തറച്ചത് ഗോലിയാത്തിന് നടുനെറ്റിക്ക്. അവൻ താഴേക്ക് നിലമ്പുത്തി. പ്രിയമുള്ളവരെ, വലിയ ശക്തനായ മനുഷ്യൻ, ശരീരം മുഴുവൻ പടച്ചട്ട കൊണ്ട് മറച്ചിരിക്കുന്നു. വലിയ നേതാവ്, വലിയ ഭരണാധികാരി. അത്തരത്തിലുള്ള ഈ ഗോലിയാത്തിനെ ദാവീദ് ഒരു കവണയും കല്ലും കൊണ്ട് നിഷ്പ്രഭമാക്കി താഴെയിടുന്ന കാഴ്ച നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ സ്വർഗത്തിലെ തമ്പുരാൻ ആരോടൊപ്പമായിരുന്നു? ദാവീദിനോടൊപ്പമായിരുന്നു. ശക്തനായ ഗോലിയാത്ത് താഴെ വീണുപോയി. അവൻ്റെ നാവിൻ്റെ ബലം കൊണ്ട്, അവൻ നാക്കുകൊണ്ട് പലതും പുലമ്പി പറഞ്ഞു, ഞാൻ നായാണോ? നീ എൻ്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിന്നെ ഇപ്പോൾ നശിപ്പിച്ചു കളയുമെന്നൊക്കെ വിചാരിച്ചു നിന്ന ഗോലിയാത്തിനെ ഒറ്റ കല്ലുകൊണ്ട് നിലംപരിശാക്കുവാനായിട്ട് ദാവീദിന് സാധ്യമായി. ആ ദാവീദിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അനുഭവത്തിലൂടെ ഗോലിയാത്തിൻ്റെ വാളുറയിൽ നിന്ന് വാൾ വലിച്ചൂരി കഴുത്ത് വെട്ടിക്കളയേണ്ട അനുഭവത്തിലേക്ക് ശക്തനാക്കിയ ദാവീദിനെ. സ്വയത്തിലുള്ള ആശ്രയവും നാവിൻ്റെ വക്രതയും കാരണമാണ് ഗോലിയാത്ത് വീണുപോയത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ആശ്രയിക്കും, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ടല്ലോ, എനിക്ക് ഒരുപാട് താലന്തുകളുണ്ടല്ലോ,
എനിക്ക് ദൈവം തമ്പുരാൻ ഒത്തിരി കഴിവുകൾ തന്നിട്ടുണ്ട്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കേണ്ടുന്ന കാര്യമില്ല. പ്രിയമുള്ളവരെ, കഴിവുകൾ ഒത്തിരിയുള്ള വ്യക്തി എന്തിലായിരിക്കും ആശ്രയിക്കുന്നത്? അവൻ്റെ കഴിവുകളിലായിരിക്കും. അവന് പഠിക്കുവാനുള്ള കഴിവ് കാണും, അവന് പ്രസംഗിക്കുവാനുള്ള കഴിവ് കാണും, അവന് പാട്ടുപാടുവാനുള്ള കഴിവ് കാണും, അവന് ബിസിനസ് നടത്തുവാനുള്ള കഴിവ് കാണും. ഒത്തിരി കഴിവുകൾ അവൻ്റെ കൂടെ കാണും. ഒരു പക്ഷേ അവൻ എപ്പോഴും വിശ്വസിക്കുന്ന അവൻ്റെ കഴിവിലായിരിക്കും. എന്നാൽ ബലഹീനനായ ഒരു മനുഷ്യൻ അവൻ വിശ്വസിക്കുന്നത് എന്തിലാണെന്ന് അറിയാമോ? ദൈവത്തിൽ മാത്രമാകും. ദൈവത്തിൽ മാത്രമായിരിക്കും ബലഹീനനായ ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നത്. അവൻ ആശ്രയിക്കുവാൻ മറ്റൊന്നും കാണുകയില്ല. അവൻ അധികാരം കാണുകയില്ല, അവന് സ്ഥാനം കാണുകയില്ല, അവന് കഴിവുകൾ യാതൊന്നും തന്നെ കാണുകയില്ല. എന്നാൽ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ബലഹീനനായ ദാവീദ് ഗോലിയാത്തിനെ താഴെയിട്ടതുപോലെ ഇന്നിവിടെ കടന്നു വന്നിട്ടുള്ളവർ ആരെങ്കിലും ദൈവമേ ഞാൻ ബലഹീനനാകും, ഞാൻ മണ്ടനാകും, എനിക്ക് യാതൊരു വിധമായിട്ടുള്ള സമ്പത്തോ യാതൊരു വിധമായിട്ടുള്ള അധികാരങ്ങളോ എനിക്കില്ല, ഞാൻ ബലഹീന പാത്രമാവുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്, ജീസസ് ക്രൈസ്റ്റ് കെയിം ടു ദിസ് വേൾഡ് ഫോർ ദ ലീസ്റ്റ് ലാസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ്. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് തമ്പുരാൻ വന്നത്. അവരെ ശക്തീകരിക്കുവാൻ വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ ബലഹീനനാകുന്നു, ഞാൻ കുറവുള്ളവനാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ എൻ്റെ തമ്പുരാൻ ആ കുറവുകളിൽ തെളിഞ്ഞു വരും. എൻ്റെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നിങ്ങളെ ശക്തീകരിക്കും എന്നുള്ള ഒരു ചിന്താഗതി നമ്മളെ ഭരിക്കുവാനായിട്ട് സാധ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാവിന് നമ്മൾക്ക് കടിഞ്ഞാണിടുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഈ നോമ്പിൻ്റെ കാലയളവിൽ നമ്മൾ എത്ര ഉപവസിച്ചു എന്ന് പറഞ്ഞാലും, എത്ര നോമ്പെടുത്തു എന്ന് പറഞ്ഞാലും, എത്ര പ്രാർത്ഥനായോഗങ്ങൾക്ക് പോയെന്ന് പറഞ്ഞാലും, എത്ര സുവിശേഷ യോഗങ്ങൾ കേട്ടു എന്ന് പറഞ്ഞാലും, അതിൽ സംബന്ധിച്ചു എന്ന് പറഞ്ഞാലും, നമ്മുടെ വായ വക്രതയുള്ളതാണെങ്കിൽ സ്വർഗത്തിലെ തമ്പുരാൻ ആ പ്രാർത്ഥനയെ കേൾക്കുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. തിരികെ പിടിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പറ്റാത്ത 3 കാര്യങ്ങളാണുള്ളത്. നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ പറ്റാത്ത 3 കാര്യങ്ങൾ. 1, എയ്തുവിട്ട അസ്ത്രം. 2, കൈവിട്ട അവസരങ്ങൾ. 3, പറഞ്ഞുപോയ വാക്ക്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, അത്രത്തോളം വേണ്ടായിരുന്നു, മക്കളോട് അത്രയും ദേഷ്യത്തോടുകൂടി സംസാരിക്കരുതായിരുന്നു, വീട്ടിലുള്ളവരോട് അത്ര ദേഷ്യത്തോടുകൂടി സംസാരിക്കരുതായിരുന്നു, ഞാൻ ഈ പള്ളിയിൽ വന്ന് ഇത്ര അധികം സംസാരിക്കരുതായിരുന്നു. പ്രിയമുള്ളവരെ, പറഞ്ഞുപോയ വാക്കിനെ ഓർത്ത് ഖേദിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. എന്നാൽ ഒന്ന് ചിന്തിക്കുക, നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പായിട്ട്, നമ്മൾ വെറുക്കുന്നതിന് മുമ്പായിട്ട് 2 വട്ടം ആലോചിക്കുക. എന്നിട്ട് മാത്രം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയതിന് ശേഷം പിന്നെ ആ വാക്കുകൾ തിരിച്ചു പിടിക്കുവാനായിട്ട് സാധിക്കില്ല. എനിക്കറിയാൻ പ്രിയമുള്ളവർ, എത്രയോ ആൾക്കാർ പറഞ്ഞുപോയ വാക്കുകളെ ഓർത്ത് ഖേദിക്കുന്നുണ്ട്. മക്കളോടുള്ള ദേഷ്യത്തിന് എന്തെങ്കിലും ദേഷ്യപ്പെട്ടതിന് ശേഷം മക്കൾ പിന്നെ തിരിച്ചു നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിട്ട് അനേകം മാതാപിതാക്കൾ ദുഃഖിക്കുന്നുണ്ട്. ഇത്രയും പറയരുതായിരുന്നല്ലോ. അമ്മയോടും അപ്പനോടും സംസാരിച്ചു, അത് കൈവിട്ടു പോയതിന് ശേഷം എത്രയോ മക്കൾ വിലപിക്കുന്നുണ്ട്, ദൈവമേ ഞാൻ ഇത്തരത്തിൽ അവരോട് സംസാരിക്കരുതായിരുന്നു. എത്രയോ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ ജീവിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു സംസാരം കൊണ്ട്, ഒരു ഫോൺ വിളി കൊണ്ട്, പിന്നെ അനേക നാളുകളായി സംസാരിക്കാൻ പറ്റാത്ത അനുഭവത്തിൽ എത്രയോ കുടുംബങ്ങൾ, എത്രയോ കുടുംബങ്ങളിലെ സഹോദരങ്ങൾ എന്നായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പറഞ്ഞുപോയ വാക്കുകളെ ഓർത്ത് നമ്മൾ ഖേദിക്കുമ്പോൾ ക്ഷമിക്കുവാനായിട്ട്, ക്ഷമ ചോദിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. അത്തരത്തിൽ ക്ഷമിച്ചുകൊണ്ട് സ്നേഹത്തോടെ അടുക്കിലേക്ക് കടന്നു വരും. നീ ആലയത്തിൽ കടന്നു വന്നിട്ടുള്ളവർ ആരെങ്കിലും എന്നുണ്ടെങ്കിൽ, ദൈവമേ എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ ബന്ധുക്കളോട് എനിക്ക് സംസാരിക്കുവാൻ, എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സംസാരിക്കുവാൻ, എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് സംസാരിക്കുവാൻ. എന്തിനേറെ പറയുന്നു,
എൻ്റെ മക്കളോട് എനിക്ക് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു പോയ വാക്കുകളെ ഓർത്ത് ഞാൻ വിലപിക്കുന്നു. ഈ നോമ്പിൻ്റെ കാലയളവിൽ അനുദപിച്ചോളൂ. 2 തുള്ളി കണ്ണുനീരെങ്കിലും പറഞ്ഞുപോയ വാക്കുകളെ ഓർത്ത് ഈ ആലയത്തിൽ വീഴ്ത്തിയിട്ട് നമുക്ക് പോകുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ തിരിച്ച് നമ്മൾ ഭവനങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള മനുഷ്യരല്ല, മറിച്ച് അനുഗ്രഹിക്കപ്പെട്ട മക്കളായിട്ട് തിരിച്ച് ഭവനങ്ങളിലേക്ക് നമുക്ക് മടങ്ങി പോകുവാനായിട്ട് സാധ്യമാകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആലയം വിട്ടുപോകുമ്പോൾ 2 തുള്ളി കണ്ണുനീര് എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഞാൻ പറഞ്ഞു പോയ വാക്കുകൾക്ക് വേണ്ടി, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി 2 തുള്ളി കണ്ണുനീര് ഈ ആലയത്തിൽ അർപ്പിച്ചിട്ട് പോയാൽ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒട്ടും തന്നെ സംശയമില്ല. പ്രിയമുള്ളവരെ, അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്ക് പകുതി നോമ്പ് കടന്നു വരും. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത്. ഈ വർഷമെങ്കിലും ഇതുവരെ നോമ്പെടുത്തിട്ടില്ലെങ്കിൽ ദൈവമേ, ഇന്നു മുതലെങ്കിലും എനിക്കൊന്ന് നോമ്പെടുത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധ്യമാകണമേ എന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി ഈ ആലയത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ മനസമാധാനം എന്തെന്നുള്ളത് നമുക്ക് അറിയുവാൻ സാധിക്കും. ദുഃഖത്തിൻ്റെ അനുഭവത്തിലാണ് നമ്മൾ ഇന്ന് ഈ ആലയത്തിലേക്ക് കടന്നു വന്നതെങ്കിൽ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് ജീവിതത്തിൽ തുടർന്നുള്ള ജീവിതത്തെ നയിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, എൻ്റെ തമ്പുരാൻ എന്നെ കാണുന്നുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ, അവൻ്റെ കരങ്ങൾ കുറുകിയിട്ടില്ല. അവൻ്റെ അനേകം അനുഗ്രഹങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകൻ പരിശുദ്ധ ആലയത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട്, ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പ്രാർത്ഥിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ശുദ്ധിയില്ലാത്ത പ്രവാചകൻ അതിവിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവിനോട് സന്നിധിയിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ. അപ്പോൾ സാറാഫിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാലാക പറന്നു വന്ന് ഒരു തീക്കനലിലെടുത്ത് കൊടിൽ അത് എടുത്തുകൊണ്ട് അവൻ്റെ നാവിലേക്ക് വെച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, അശുദ്ധിയുള്ള നാവ് കൊണ്ട് നിന്ന പ്രവാചകൻ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നു. സ്വർഗത്തിലെ തമ്പുരാൻ അവൻ്റെ പ്രാർത്ഥനയെ കേൾക്കുകയാണ്. ഇന്ന് ഈ ആലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മൾ ഓരോരുത്തരും അശുദ്ധിയുടെ അനുഭവത്തിലാണ് നമ്മുടെ നാവെങ്കിൽ, ഈ അശുദ്ധിയുള്ള നാവ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, മദ്യപാനത്തിൻ്റെ അനുഭവത്തിൽ മദ്യം നാവിൽ രുചിച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റായിട്ടുള്ള പദാർത്ഥങ്ങൾ, തെറ്റായിട്ടുള്ള വിഷമുള്ള പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റായിട്ടുള്ള വാക്കുകൾ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റായിട്ടുള്ള ജീവിത രീതികൾ എൻ്റെ നാവുകൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അതിനെ ശോധന ചെയ്യുക. സാറാഫ് പറന്നു വരും. അമാലാക കുടിലുകൊണ്ട് തീക്കനൽ യെശയ്യാ പ്രവാചകന്റെ വായിൽ വെച്ചു കൊടുത്തതുപോലെ, അശുദ്ധിയുള്ള നാവ് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നതുപോലെ നമ്മുടെ നാവ് സ്ഫുടമുള്ളതായി തീരും. പ്രിയമുള്ളവരെ, അത്തരം വിശുദ്ധിയുടെ അനുഭവങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് ഈ ധ്യാന ചിന്തയിലൂടെ നമുക്ക് ഇടയായി തീരാം. യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ സാധ്യമാകണം. അവിടെ പറയുന്നു, നാവ് ചെറിയൊരു അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെയാവുന്നു. ഈ നാവിനെ ഒന്ന് കടിഞ്ഞാണിട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് ഒന്ന് നയിക്കുവാൻ നമുക്കിടയാണ്. അതിന് സ്വർഗത്തിലെ തമ്പുരാൻ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമുക്കെല്ലാവർക്കും ചേർന്ന് 2 വരി പാട്ട് എല്ലാവർക്കും ചേർന്ന് പാടിക്കൊണ്ട് ഇന്നത്തെ ഈ ധ്യാന ചിന്ത നമുക്കിവിടെ നിർത്താം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. എല്ലാവർക്കും ചേർന്ന് ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന
ത്യാഗത്തെ പകരം എന്തോ നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തോ നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം തമ്പുരാനെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന പാപക്കറകളെ, ഞങ്ങളുടെ നാവിൻ്റെ വാക്രതകളെ തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുവാൻ അവിടുന്ന് ഇടയാക്കണം. വിശുദ്ധിയുള്ളവരായി ഞങ്ങൾക്ക് മടങ്ങിപ്പോകുവാൻ നാഥാടിങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പാപക്കറകളെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഇനി പാപത്തെ സ്നേഹിക്കുന്ന മക്കളായി ജീവിക്കാതെ, പാപത്തെ വെറുത്തുകൊണ്ട് നിന്നെ സ്നേഹിച്ചുകൊണ്ട് ആ കാൽവറിയിലെ ക്രൂശിനെ നോക്കി ജീവിക്കുവാൻ അടിയങ്ങളെ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാവിനെ അവിടുന്ന് ശോധന ചെയ്യണമേ. ഞങ്ങളുടെ നാവിനെ അവിടുന്ന് കടിഞ്ഞാടണമേ. കഴിഞ്ഞ കാലയളവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സർവ്വപാപങ്ങളെയും നാഥ അവിടുന്ന് മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വം അവിടുന്ന് തന്നെ ആയിരിക്കണം. സർവവും തിരുനാമത്തിന് ഉതകുമാറാകട്ടെ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ എല്ലായ്പ്പോഴും വന്നേക്കും തന്നെ. ആമേൻ. പ്രത്യേകമായി ഒരിക്കൽ കൂടി ഈ പരിശുദ്ധ ആലയത്തിലേക്ക് കടന്നു വരുവാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ പങ്കുവയ്ക്കുവാനും തമ്പുരാൻ തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായ പരമനത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നു. ഇത്തരത്തിലൊരു അവസരം നൽകിയ, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വന്യനായ MC കുറിയാക്കോസ് അച്ഛനോടും, ഈ പെരുമല സെമിനാരിയുടെ മാനേജർ വന്യനായ അച്ഛനോടും, അതോടൊപ്പം തന്നെ വന്യനായ ജോസഫ് റംബാച്ചൻ, മാത്തുക്കുട്ടിയച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠനോടുള്ള പ്രത്യേകമായുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ടും വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.